السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. من أحدث في أمرنا هذا ما ليس منه فهو رد. وصدق رسوله الكريم. വന്നിര നേതാക്കളെ, സമസ്തയുടെ പ്രവർത്തകരായ സഹോദരന്മാരെ, യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, ഇങ്ങനെ നമുക്ക് സമ്മേളിക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ നീണ്ട സംസാരത്തിന് ഇവിടെ സൗകര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ചെറിയ തോതിൽ അല്പം ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നതാണ് എന്ന് ആദ്യമായി അറിയിക്കുകയാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഏതാനും അവസാനം ഇറക്കപ്പെട്ട ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ബഹുമാനപ്പെട്ട ദീനിൽ ഒരു നിയമവും വന്നിട്ടില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ സമ്മേളനത്തിൽ അഥവാ ഹജ്ജത്തുൽ വദാഇൽ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ഇറക്കപ്പെട്ട ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. മഹത്തായ അറഫന്റെ ഏതാനും സമീപത്താണല്ലോ നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ആ സ്ഥലം പോയി കാണാനും ഭാഗ്യം ലഭിച്ചു. ആ മഹത്തായ സ്ഥലത്ത് വെള്ളിയാഴ്ച ഹജ്ജത്തുൽ വദാഇൽ പുണ്യനബി അറഫയിൽ സമ്മേളിച്ചപ്പോൾ ഇറക്കപ്പെട്ട ആയത്താണ്. അൽ യൗമ, ഇന്ന് തങ്ങൾ അറഫയിൽ സമ്മേളിച്ച ഈ സമയം, അക്മൽതു ലക്കും ദീനക്കും, ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി വെച്ച ദീൻ ഇന്നാണ് അതിന്റെ പൂർത്തീകരണം. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു. ദീൻ എന്നത് അങ്ങേയറ്റ നിഅമത്താണ്. അത് വഴിക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ചെയ്ത വമ്പിച്ച നിഅമത്താണെന്ന് ഈ ദീനിനെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഫഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ദീനുൽ ഇസ്ലാം ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കസാരം. ഈ ആയത്തിറങ്ങിയ സമയത്ത് പല അത്ഭുതങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയ സമയത്ത് തങ്ങൾ കയറി ഇരുന്നിരുന്ന ആ വലിയ ഒട്ടകം താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ കാലുകൾ മടക്കി പള്ളട്ട് കടന്നുപോയി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അത്ര വലിയൊരു ഭാരം. വഹി ഇറങ്ങുന്ന സമയത്ത് തന്നെ മൊത്തത്തിൽ അതൊരു ഭാരമാണ്. ആ സന്ദർഭത്തിൽ പുണ്യനബിന്റെ കാലിന്റെ ചോട്ടിലോ തുടന്റെ കീഴ്ഭാഗത്തോ മറ്റ് വല്ലവരുടെ കയ്യോ കാലോ കുടുങ്ങിപ്പോയാൽ തവിട് പൊടിയിപ്പോകും. അത്ര വലിയ ഭാരമാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആന്റെ സ്ഥിതി തന്നെ മറ്റൊരായത്തിൽ പറയുന്നത് ഇന്നാ സനുൽഖി
അലൈക ഖൗലൻ സഖീല, വളരെ ഭാരമുള്ള വാക്യങ്ങളാണ് നാം തങ്ങളുടെ മേലെ ഇറക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഏതാനും അവസാനിക്കപ്പെടുന്ന ആയത്താവുമ്പോൾ ഇതിന്റെ ഭാരത്തിന് കണക്കില്ല. വലിയ ശക്തിയുള്ള പുണ്യനബിയുടെ ഒട്ടകം നിലംപതിച്ചു പോയി, താങ്ങാൻ കഴിയാത്തതുകൊണ്ട്. പുണ്യനബിന്റെ ഈ ഒട്ടകം സ്വർഗത്തിൽ കടക്കുന്ന ജീവികളിൽപ്പെട്ടതാണ് എന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ജീവികളൊക്കെ മണ്ണായി പോകാൻ ഓർഡറാക്കുമ്പോൾ ഒരു 8-10 ജീവികൾ അത് അവർക്ക് സ്വർഗത്തിൽ സീറ്റ് നൽകപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ അറഫ സമ്മേളനത്തിൽ പുണ്യനബി കയറിയിരുന്നിരുന്ന ഈ ഒട്ടകം. മറ്റൊന്ന്, ഈ ആയത്തിറങ്ങിയ സമയത്ത് സാധാരണ നമ്മുടെ പെരുന്നാൾ, ഓണം, വിഷു ഇതൊക്കെ ഒരു ദിവസം വരല്ല, അപൂർവ. നമുക്ക് പെരുന്നാളും ഓൽക്ക് വിഷുവാണ്, അല്ലെ ഓണാണ്. അങ്ങനെ വന്നു ചേരല് വളരെ അപൂർവമാണ്, വ്യത്യാസപ്പെട്ട ദിവസങ്ങളിലായിരിക്കും. ഈ ആയത്തിറങ്ങിയ സമയത്ത് പല പാർട്ടിൻ്റെയും പെരുന്നാളുകൾ സമ്മേളിച്ച ദിവസം. യഹൂദികൾക്ക് അന്നൊരു സുദിനം ആണ്, നസാറകൾക്കും അവർ അംഗീകരിക്കപ്പെടുന്നൊരു പെരുന്നാളാണ്. മജൂസികൾക്ക് അങ്ങനെ തന്നെ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം അറഫ ദിനം, ഇതിൻ്റെ പിറ്റേന്ന് വലിയൊരുന്നാൾ, അങ്ങനെ വല്ലാതെ പ്രധാനപ്പെട്ട ദിവസം. അപ്പൊ പല വിഭാഗത്തിൻ്റെയും പെരുന്നാളുകൾ ഒരുമിച്ചുകൂടിയ ദിവസമായിരുന്നു ഈ ആയത്തിറങ്ങിയത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തും. അങ്ങനെ ഇത്രയധികം പെരുന്നാളുകൾ ഒന്നായിട്ട് സമ്മേളിച്ച് വന്ന സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടാകുമോ എന്നത് തന്നെ സംശയമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തും. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ ആയത്തിറങ്ങപ്പെട്ട സമയത്തുണ്ടായത്. ഇതിന്റെ ചുരുക്കാർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇന്നാണ് നിങ്ങൾ ദീൻ പൂർത്തീകരിച്ചത് എന്നാണ് അതിന്റെ ചുരുക്കാർത്ഥം. പിന്നെ അതിന്റെ ശേഷം ഏറ്റവും അവസാനം ഇറക്കപ്പെട്ട ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഇതാണ് ഏറ്റവും അവസാനത്തെ. അപ്പം വളരെയധികം താക്കീതായ ഒരായത്താണത് ലോകത്തോട്. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ വാക്യം വളരെ ഗൗരവമായിരിക്കും അത് എന്നത് പെട്ടെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ച് നടക്കുക നിങ്ങൾക്ക് നല്ലത്. ഇതിൽ താക്കീതായിട്ടുള്ള ആയത്താണ്. തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളൊക്കെ റബ്ബിലേക്ക് ആ ദിവസത്തിൽ മടക്കപ്പെടും. അങ്ങനത്തെ ഒരു ദിവസം സൂക്ഷിച്ച് നടന്നോളി. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, പിന്നെ ഓരോ ദേഹവും ചെയ്ത പ്രവർത്തനം, ഗുണമാവട്ടെ ദോഷമാവട്ടെ, അതിൻ്റെ ജസ ആ ദേഹത്തിന് നൽകപ്പെടും. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുളമൂൻ. അങ്ങനെ ജസ നൽകപ്പെടുന്ന സമയത്ത് അത് ശിക്ഷയാവട്ടെ മറ്റ് രക്ഷന്റെ ജസയാവട്ടെ ഏതായാലും അതിലൊന്നും യാതൊരു ഉൽമും ചെയ്യപ്പെടൂല. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ വാക്യം വഹും ലാ യുളമൂൻ. അപ്പൊ ഈ മഹത്തായ ദീന്റെ സുന്ദര രൂപം, അനീതി, അക്രമം, തീവ്രവാദമൊന്നും ഇതിലില്ല എന്ന് വളരെ സ്പഷ്ടമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണം അവസാനിപ്പിച്ചത്. അപ്പൊ ഈ 2 ആയത്തുകളെ പറ്റി നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തഖ്വയിൽ നിങ്ങൾ ജീവിച്ചോളണം. അങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, അത് കാത്തു നടന്നോളി. അതാണ് നിങ്ങൾക്ക് നല്ലത്. എങ്ങനെയത് സൂക്ഷിക്കേണ്ടത് എന്നത് പുണ്യനബി 23 കൊല്ലക്കാലത്തിനുള്ളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നടക്കുക നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഈ ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ പൊരുള്.
അപ്പം നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടൊരു വിഷയം ബഹുമാനപ്പെട്ട ദീൻ സംരക്ഷിക്കൽ, ദീനു വേണ്ടി പ്രവർത്തിക്കൽ, യഥാർത്ഥ ദീൻ, അതാണ് ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്ത്. അപ്പൊ ദീൻ, മില്ലത്ത്, ശരീഅത്ത്, സുന്നത്തി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞത് ഒരേ അർത്ഥമുള്ള പര്യായ പദങ്ങളാണ്. ആഖിർ സമാൻ ഈ ദീനിന് വലിയൊരു വളക്കൂറുള്ള മണ്ണല്ല. യഥാർത്ഥ ദീനിന് ഒരു വളം കുറഞ്ഞ മണ്ണാണ് ആഖിർ സമാൻ. ഉണ്ണിനബി പല ഹദീസുകൾ ഒഴിക്ക് എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ആഖിർ സമാനിൽ പല ദജ്ജാലീങ്ങളും പല കദ്ദാബീങ്ങളും വരും. യൗതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളെ പിതാമഹാന്മാർ കേൾക്കാത്ത പുതിയ പുതിയ വിഷയങ്ങളായിരിക്കും അവർ നിങ്ങളെ മുമ്പിൽ വെക്കുക. മുൻകാല മഹാന്മാർ നടന്നു പോന്നിരുന്ന ഏതൊരു കാര്യം അതിൻ്റെ എതിരിലൊരു പുതിയത് വന്നാൽ അപ്പം നിങ്ങൾ ശങ്കിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പടിയും മുണങ്ങാൻ പാടില്ല. കാരണം മുൻകാല മഹാന്മാർ ചെയ്തതൊക്കെ തെറ്റ്, ഇതാണ് ശരി എന്ന് ഒരുത്തം ബാധിച്ചാൽ ഏത് വലിയവനാണെങ്കിലും അവൻ അപ്പടി നമ്പാൻ പാടില്ല. കാരണം പഴശ കക്ഷിയുടെ ലക്ഷണമാണ്, കിതാബ് ഓതികൾക്കും തോൽക്കും മനസ്സിലാക്കാനുള്ള ലക്ഷണമാണ് പുണ്യനബി പറഞ്ഞത്. മുൻകാല മഹാന്മാർ നടന്ന നടപടി അതിനെതിര് കണ്ടാൽ ഏതൊന്നാവും. അത് തറാവി 8-20 എന്നുള്ളത് 8 ആണെങ്കിലും മരിച്ചുപോയ പേരില് ഖുർആൻ ഓതൽ അതുകൊണ്ട് ഗുണമില്ല. അങ്ങനെ ഏത് ജാതിയാണെങ്കിലും മുൻകാല മുസ്ലിമീങ്ങൾ ഇവിടെ നടന്നു പോന്നിരുന്നതിന് എതിരായി ഒരു വാദം വന്നാൽ അപ്പടി നിങ്ങളതിനെപ്പറ്റി ശ്രദ്ധിക്കണം. അതങ്ങ് കേട്ട ആള് മുണങ്ങാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിച്ചോളണം എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പല പാർട്ടികളും വരും. മൻ യഅ്ശു മിൻകും ബഅദി, എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ സയറാ ഇഖ്തിലാഫൻ കസീറൻ, ധാരാളം ഭിന്നിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് ഭിന്നിപ്പോടെ വരണം, അത് വരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങനത്തെ ഭിന്നിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബി സുന്നത്തി, എൻ്റെ ശരീരം മുറുകെ പിടിക്കണം. സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സഹാബത്തിന്റെ ശരീരയും നിങ്ങൾ മുറുകെ പിടിക്കണം. അതാണ് യഥാർത്ഥ ദീൻ, യഥാർത്ഥ ശരീര. ധാരാളം ഭിന്നിപ്പുകൾ വരുമ്പോൾ അത് മുഴുവൻ ശരിയെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ നിവൃത്തില്ല. ആ വഴി ഏത് എന്നാണ് ബഹുമാനപ്പെട്ട സമസ്തകളെ ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ജനങ്ങൾക്ക് ഒരു 85 കൊല്ലത്തിന്റെ ശേഷം 85 കൊല്ലത്തോളം വരച്ച് കാണിച്ചു കൊടുത്തത്. പല പാർട്ടികളും ഇനിയും വന്നിട്ടുണ്ട്, പല കദ്ദാബീങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതിൻ്റെ ഒക്കെ അർത്ഥം അതിനൊക്കെ വെല്ലുന്ന രീതിയിൽ കാലോചിതമായ നിലക്ക് പ്രവർത്തിച്ചോളണം ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്. സുന്നത്തി മിൻ അശ്റാത്തി സാഅത്തി, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അന്തുങ്കറ സുന്ന, സുന്നത്തി ജമാഅത്തിനോട് ഇൻകാർ, വതുഖറൽ ബിദ്അ, ബിദ്അഇ വിശ്വാസത്തിനൊരു അംഗീകാരം. ഇതൊക്കെ അശ്റാത്ത് സാഅത്തിൽ പെട്ടതാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അൽ ഹാവിയിൽ അല്ലാമ സുയൂത്തി തങ്ങൾ പറയുന്ന വാക്കാണത്. അശ്റാത്തു സാഅത്തിൽ പെട്ടതാണ് സുന്നത്തി ജമാഅത്തിനൊരു പഴഞ്ചനായി കാണൽ, ഓരോ പുതിയ വിഷയങ്ങൾക്കൊരു അംഗീകാരം നൽകൽ, അത് അശ്റാത്തു സാഅത്താണ്. അങ്ങനെ ആഖിർ സമാൻ വരുമ്പോൾ അങ്ങനൊക്കെ ഉണ്ടാവും. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. അപ്പം അങ്ങനെ വരുന്നതനുസരിച്ച് ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം ആവശ്യത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പ്രവർത്തിക്കണം. പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ കാലോചിതമായ പ്രവർത്തനം ഇങ്ങനെ ശക്തി കൊടുക്കണം. കാരണം കാലം മുന്നോട്ട് നീങ്ങും തോറും സുന്നത്തി ജമാഅത്തിന് വളക്കൂറുള്ള മണ്ണല്ല വരണത്.
പല പേശ പാർട്ടിക്കും വേഗം തളർച്ച വളരാൻ പറ്റിയ കെട്ടാണുള്ളത് എന്ന് പല ഹദീസിൽ നിന്നും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഹദീസിന്റെ മാക പൊരുള് അതിൻ്റെ എതിരിൽ നമ്മൾ ശക്തിയെ പ്രവർത്തിച്ചോളണം എന്നാണ്. ഇമാം ബുഖാരി തന്നെ സഹീൽ ഒരു അധ്യായട്ടത് ബാബു റഫഇൽ ഇൽമി ഖുഹൂരിൽ ജഹൽ. ഇൽമൊക്കെ ഇവിടുന്ന് ഉയർന്നു, ശരിയായ ഇൽമൊക്കെ ഉയർന്നു പോകും. നമ്മളെ നാടുകളിലൊക്കെ പള്ളി ദർശനമൊക്കെ കണ്ടില്ലേ, ഇപ്പം തപ്പിയ കാണാത്ത അവസ്ഥയിൽ നശിച്ചുപോയി. നമ്മുടെ നാടുകളിൽ വമ്പിച്ച ഉലമാവിനെ വാർത്തെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് പള്ളി ദർസുകൾ. മദീന പള്ളിയിൽ തങ്ങൾ തുടങ്ങിയ അതേ ബ്രാഞ്ചുകളാണ് കേരളക്കാർ തുടങ്ങിയത്. നിരവധി ഉലമാവിനെ വാർത്തെടുത്ത സ്ഥാപനമാണത്. ഒക്കെ ഇപ്പം അഫലായല്ലോ. അപ്പോൾ ഇൽമൊക്കെ ഉയരും, ജഹ്ലിവിടെ പ്രത്യക്ഷപ്പെടും എന്ന് ഒരു അധ്യായം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ സഹീഹിൽ അധ്യായിട്ടിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ഇബ്നു അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ എഴുതുന്നത്, ഈ ഹദീസിന്റെ ഈ ബാബിന്റെ മെയിൻ ഉദ്ദേശം, അതിന്റെ ഉള്ളിലുള്ള സത്ത്, മഖ്സൂദു ഹാദൽ ബാബി, ഈ ബാബിന്റെ മെയിൻ ഉദ്ദേശം, ഈ വാർത്ത കേട്ട് മൂടും തട്ടിങ്ങളാണ് പോകാൻ പറഞ്ഞതല്ലത്. ഇവിടെ ഇൽമൊക്കെ ഉയർന്നു പോകും, ജഹ്ലൊക്കെ പ്രത്യക്ഷപ്പെടും, അതും കേട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയല്ല ഈ ബാബിട്ടത്. അതിൻ്റെ എതിരിൽ നിങ്ങൾ പണിയെടുക്കണം. ഇവിടെ ഇൽമു എന്ന് പോകാൻ സമ്മതിക്കരുത്, ഇവിടെ ജഹ്ല് പ്രത്യക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അതിൻ്റെ എതിരിൽ അതിൻ്റെ അവസ്ഥക്കനുസരിച്ച് നിങ്ങൾ പണിയെടുത്തോളണം എന്നാണ് ഇമാം ബുഖാരി ഈ ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ എഴുതുന്നത്. എന്നമാതിരി ഇങ്ങനത്തെ ഈ ഹദീസുകളൊക്കെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അപ്പം അത് മനസ്സിലാക്കി പണിയെടുത്തോളണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ നാടുകളിലാവട്ടെ, ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പം ഇവിടുത്തെ അനുയോജ്യമായ സ്ഥിതിക്കനുസരിച്ച് ബഹുമാനപ്പെട്ട സമസ്തന്റെ കീഴിൽ അടിയുറച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. സമസ്തന്റെ പല എതിർ കക്ഷികളുണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാണിയമ്പലം തങ്ങളവറുകൾ, അങ്ങനെ തുടങ്ങിയുള്ള പല നേതാക്കന്മാരും കാണിച്ചു തന്ന വഴി, അതിനെ മാറ്റി നിർത്തി വേറൊരു വഴി ഇവിടെ വന്നാലും അത് അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ശരിക്ക് ചിന്തിക്കാൻ ത്രാണിയുള്ള ആളുകളാണ്. അതൊക്കെ ചിന്തിച്ചതിനനുസരിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങണമെന്ന് മാത്രം ഈ അവസരം ഞാൻ ഉണർത്തുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ ജീവിതത്തിൽ നിങ്ങളൊക്കെ കുടുംബം പോറ്റാനും ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ആശ്വാസം കിട്ടുവാനും വേണ്ടി ജോലിക്ക് വന്നവരാണ്. നമ്മളൊക്കെ വിദേശികളാണ്. സൗകര്യം കിട്ടുകയാണെങ്കിൽ നാട്ടിലേക്ക് പോകണമെന്നാണ് എല്ലാവരും കമ്പുണ്ടാകൽ. വിദേശത്ത് ഇങ്ങനെ താമസിക്കാൻ അധികം ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങളെ ജോലിയിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ നിൽക്കുന്ന സമയത്ത് തഖ്വയിൽ ഊന്നിക്കൊണ്ട് ഉള്ള ജീവിതം നിങ്ങൾ നയിക്കണം. അതുകൊണ്ട് മാത്രമേ വിജയം കിട്ടുള്ളൂ. അത് നമ്മുടെ നിങ്ങളൊക്കെ അധിക ആളുകളും ചെറുപ്പക്കാരാണ്. തഖ്വ അടിസ്ഥാനപ്പെടുത്തിയാവണം നമ്മളെ പ്രവർത്തനമൊക്കെ. അതാണ് നമ്മുടെ വിജയത്തിന്റെ കാരണം. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അപ്പൊ ഇവിടെ ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ഈ ദുന്യാവി എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുന്യാ മുസ്റഅത്തുൽ ആഖിറ വഅമൽ ആഖിറതി കഅന്നക തമൂതു ഗദൻ വഅമൽ ദുന്യാക കഅന്നക തഈശു അബദാ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എൻ്റെ ആഖിറത്തിൻ്റെ കാര്യത്തിന് ഇജ്ജ് പണിയെടുത്തോ. കാന്നക്ക തമൂത്തു വദൻ, നാളെ തന്നെ മരണം എന്ന മട്ടിൽ പണിയെടുത്തോ. വഴമല്ലി ദുന്യാക്ക, ദുന്യാവിൻ്റെ പ്രവർത്തനം നീ ചെയ്തോ. കാന്നക്ക തഴീശു അബദ, ഒരുപാട് കാലം നീ ജീവിക്കാം, ചാൻസ് ഉണ്ട് എന്ന മട്ടിൽ അങ്ങനെ ചെയ്താൽ മതി. ആഖിറത്തിന്റെ കാര്യം അത് നാളെ തന്നെ മരണം എന്ന നിലക്ക് പണിയെടുത്തോ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അതനുസരിച്ച് കഴിവതും തഖ്വയിൽ ജീവിക്കുന്ന രീതിയിൽ നാം കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരണം. നമ്മളെ ജോലികളൊക്കെ വളരെയധികം നല്ല നിലക്ക് നിങ്ങൾ ഏറ്റെടുത്ത ജോലികളൊക്കെ യാതൊരു വഞ്ചനയും ചതിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതൊക്കെ നിറവേറ്റി പോകണം. നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ വരുന്ന എല്ലാ വിഷമവും ബുദ്ധിമുട്ടും ഇതിന് തൊട്ടെല്ലാം റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള കുടുംബാദികൾക്ക് വളരെയധികം ക്ഷേമവും ഐശ്വര്യവും കാവലും റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.